അസ്സാം വലൈക്കും വറഹമത്തുള്ള അലഹമുല്ലാ വസ്സലാത്തു വസ്സലാമു അല റസൂലില്ല. റേഡിയോക്ക് റെക്കോർഡിങ്ങിന് വേണ്ടി പോരുമ്പോൾ ഒരാൾ പിടിച്ചു നിർത്തി സംസാരിച്ചപ്പോൾ റേഡിയോയിൽ എത്തേണ്ടതുണ്ട്, ലൈവാണ്, സമയം വൈകുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യവും അതേപോലെ ഇന്നൊരു വാട്സപ്പ് മെസ്സേജ് കണ്ടു, അതിൽ പറഞ്ഞ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമൊക്കെ ഒരേപോലെ തോന്നി എനിക്ക്. അപ്പോഴാണ് ഇങ്ങനെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. അതായത് പിന്നെ ഇദ്ദേഹം പറയുന്നത് വൈഫിന് എന്ത് ചെയ്യുന്നു, മന്ത്ലി ഒരു നല്ല സംഖ്യ അദ്ദേഹം കൊടുക്കുന്നു. ഇപ്പോൾ അവൾ ആവശ്യപ്പെടുന്നത് 250 രൂപയാണ്, ഒരു വീടാണ് ഒക്കെ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഈ മറുവശം നമ്മൾ കേൾക്കണില്ല. എന്തായാലും വീട്ടിൽ പോവാതെ പുറത്തു കൂടി ഇങ്ങനെ നടക്കുകയാണ്, അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങുകയാണ്. വീട്ടിൽ പോയാലൊരു സൗകര്യം കിട്ടണില്ല വൈഫിനെ കൊണ്ട് എന്നാണ് അയാൾ പറയുന്ന പരാതി. വാട്സപ്പിൽ വന്ന ആൾ പറയണത്, ഇങ്ങനെ ഈ നിസ്കാരം നോമ്പൊക്കെ ഉണ്ടായാൽ മതിയോ, ഭർത്താവിനോടുള്ള കടമകളൊന്നും നിർവഹിക്കേണ്ടതില്ലേ, എന്താണ് വൈഫ് തീരെ അനുസരണമല്ലാതെയാണ് പെരുമാറുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ ഇവർ പറയുമ്പോൾ ഇവരുടെ ഒരു ഭാഗം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ, മറുവശം നമ്മൾ കേൾക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നമുക്കൊന്നും ഒരു കാര്യം, ആശ്രയത്വം നമ്മളെ അടിമയാക്കുമെന്ന് പറയില്ല നമ്മൾ. ആശ്രയത്വം അടിമയാക്കുന്നതാണ്. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊരു മധ്യവയസ്കനൊക്കെ ആയി കഴിയുമ്പോൾ വൈഫിനെ വല്ലാതെ ആശ്രയിക്കേണ്ടി വരും. കാരണം നമ്മുടെ കുട്ടികളുടെ കാര്യം, നമ്മുടെ വീടിൻ്റെ കാര്യം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാണ്, വൈഫിനെ ആശ്രയിച്ചേ പറ്റൂ. അപ്പോൾ നമ്മളവരെ വല്ലാതെ ആശ്രയിക്കുമ്പോൾ സ്വാഭാവികമായും എന്താണ്, അത് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കാനും നമ്മളെ നിയന്ത്രിക്കാനുമൊക്കെയുള്ള ഒരു കാര്യത്തിലേക്ക് അറിയാതെ എത്തിപ്പെടുന്നുണ്ടോ എന്ന കാര്യം വളരെയധികം വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു നിസ്സഹായാവസ്ഥ പറയേണ്ട ഒരാളല്ലല്ലോ ഭർത്താവ് എന്ന് പറയുമ്പോൾ. ഒരു കുടുംബത്തിന് മുഴുവൻ അത്താണിയായി നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ നിസ്സഹായത പറയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ നമ്മൾ നിസ്സഹായരാവുക, നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ നമ്മൾ നിസ്സഹായരാവുക, അതെത്രമാത്രം ഭയാനകമാണത്. അതേപോലെ ഭാര്യയ്ക്ക് മുന്നിൽ നിസ്സഹായനായിത്തീരുന്ന, സങ്കടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ എന്തായിരുന്നാലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ ഈ ഈ ഈ കാര്യത്തിൽ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വളരെ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾക്ക് അവരുടെ മനസ്സിലുണ്ടാകുന്ന മതിപ്പ് നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മളവരെ അടിക്കുക, ചീത്ത പറയുക, അങ്ങനെ തീരെ അധികം ഒരു വാത്സല്യമില്ലാതെ പെരുമാറുമ്പോൾ എന്താ പറയുക, പിന്നെ അവർക്ക് നമ്മൾ ഒരു വില ഉണ്ടാവില്ല. നമ്മളെ വിളിക്കണം വേണമെന്നൊന്നും വില ഉണ്ടാവില്ല. അതേമാതിരി നമ്മുടെ വ്യക്തിത്വത്തിൽ വരുന്ന വീക്ക്നെസ്സുകൾ, നമ്മുടെ തകരാറുകൾ, നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ വൈഫുമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മളെത്തൊക്കെ എന്തെങ്കിലും ധാർമ്മികമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർക്ക് എന്ത് തോന്നും, ഇയാളൊരു കൊളരുതാത്ത ആളാണ്. അപ്പോൾ നമ്മുടെ വില പോവും. അപ്പോൾ നമ്മൾ പെരുമാറുമ്പോൾ ഒരു വിലയില്ലാതെയാണ് പെരുമാറുക. അപ്പോൾ നമ്മളെ നിലവാരം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുകയും ഒരു രക്ഷകർത്താവിൻ്റെ ശരിയായ സ്നേഹവും സംരക്ഷണമൊക്കെ നമ്മൾ അവർക്ക് കൊടുക്കും ചെയ്യുന്നതിൽ നമുക്ക് വീഴ്ച വരാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫിൽ ഇടപെട്ട് അവർക്ക് എങ്ങനെ പെരുമാറാനും അവർക്ക് ധൈര്യം കിട്ടും. സഹോദരിമാരുടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത്, നിങ്ങളൊരു നല്ല സ്ത്രീയാണെങ്കിൽ ഫസ്വാലിഹാത്തു കാനിത്താത്തു എന്നാണ്. ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത്, ഒരു നല്ല സ്ത്രീ ആകണം അള്ളാഹുവിൻ്റെ അടുക്കലെങ്കിൽ നിങ്ങൾക്ക് അനിവാര്യമാണ്, ഒരു സംശയക്കാര്യത്തില്ല. അതായത് നിങ്ങളുടെ കുട്ടികളുടെ രക്ഷിതാക്കളല്ലേ ഉമ്മമാർ, നിങ്ങളുടെ കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്യണ്ടേ. കാരണം നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ ബഹുമാനിക്കണ്ടേ. അതേപോലെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അയാളെ റെസ്പെക്റ്റ് ചെയ്യണം, ബഹുമാനിക്കണം. അത് നിങ്ങളുടെ കടമയാണ്. അയാളോട് സംസാരിക്കുന്ന ശൈലിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബഹുമാനപൂർവ്വം സംസാരിക്കണം. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കയറി പറയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടും, അതേപോലെ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ പറയാൻ പാടില്ല. അപ്പോൾ ആ സൂക്ഷ്മത നമ്മൾ എന്ത് ചെയ്യണം, കൈവരിക്കണം. അപ്പോൾ നമ്മളെക്കൊണ്ട് കഷ്ടപ്പെടുന്നൊരവസ്ഥ ഒരിക്കലും ഭർത്താക്കന്മാർക്ക് ഉണ്ടാവരുത്. അത് നമ്മൾക്കും ഒരു പക്ഷേ തിരിച്ച് കിട്ടാനുള്ള സാധ്യത നമ്മൾ നല്ലോണം ആലോചിക്കണം. ബന്ധങ്ങൾ മുന്നോട്ട് പോവില്ലെങ്കിൽ നമ്മൾ ബന്ധങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക. നമുക്ക് നമ്മുടെ ഭർത്താവിനോടൊരു നിരക്കും മാനസികമായി ശാരീരികമായി യോജിച്ച് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു മസലഹത്ത് ഉണ്ടാക്കുക. എന്ത്, തൽക്കാലം ഞാനൊരു ഭാര്യയായി നിൽക്കുക, പക്ഷേ
എനിക്ക് ശാരീരികവും മാനസികമായ ആവശ്യങ്ങളൊന്നും നിങ്ങളിന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാം, എനിക്ക് വേണ്ട നിങ്ങൾ ചെയ്തു തരിക, അത്രേ ഉള്ളൂ. നമുക്കൊരു പൂർണ്ണ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ കഴിയുമെങ്കിൽ അത് പറയാം. നിങ്ങൾ പറയും വിവാഹം കഴിച്ചോളൂ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ അതിനെ ആശ്രയിച്ചോളൂ എന്ന് പറഞ്ഞാൽ അയാളെ വഴിക്ക് വിടുക. മനസ്സിലായില്ലേ? ഈ ഒരു ഒപ്പം നിർത്തി മറ്റൊന്നിനെ അനുവദിക്കാതെ കഷ്ടപ്പെടുത്തുക എന്നുള്ളത് എന്തായിരുന്നാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. രണ്ട് പേരുടെയും ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരാൾ മറ്റൊരാളുടെ ജീവിതത്തിന് ഭീഷണിയാവാനോ അയാളെ നിയന്ത്രിക്കാനോ കഷ്ടപ്പെടുത്താനോ ഒന്നും പാടില്ല. പരസ്പരം അറിഞ്ഞും സഹകരിച്ചും നമ്മൾ ജീവിക്കണം. അള്ളാഹുവിൻ്റെ അടുക്കൽ എല്ലാറ്റിനും നമ്മൾ കണക്ക് പറയേണ്ടവരാണ്.